ചോദിക്കുന്ന ഒരു സംശയമാണ്, നമുക്ക് ആൺകുട്ടികളാണ് സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, പെൺകുട്ടികളിൽ ഇത് പറ്റുമോ ഇല്ലയോ എന്നൊന്നാണ്. ശരിക്കും നമ്മുടെ പെൺകുട്ടികൾക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. തലമുടി മൊത്തം ഷേവ് ചെയ്യാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ചെയ്തൊരു പേഷ്യന്റിന്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നല്ല പെൺകുട്ടികൾ സാധാരണ മുടി നീണ്ട് വളർന്നായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ മുടികൾ നമ്മൾ പുറകിൽ 2 വശവും നമ്മൾ കെട്ടുക ചെയ്യുന്നത്. പുറകിൽ 2 വശവും കെട്ടിയിട്ട് ഇതിന് ഇടയ്ക്കുള്ള ഭാഗം മാത്രം നമ്മൾ ട്രിം ചെയ്തിട്ട് അവിടെ നിന്ന് മാത്രം ഹെയർ എടുക്കുക. ഹെയർ എടുത്ത പോർഷൻ നമ്മൾ പിന്നീട് ഹെയർ അഴിച്ചിടുമ്പോൾ ഇതങ്ങ് കവർ ആവുകയും ചെയ്യും. ഇനി പെൺകുട്ടികൾ യൂഷ്വലി നീളമുള്ള മുടി ഉള്ളത് കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇച്ചിരി വെള്ളം നനച്ച് അല്ലെങ്കിൽ നമ്മൾ സെലൻ എന്തെങ്കിലും നനച്ച് നമ്മൾ ഇതൊന്ന് കോംബ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ പാർട്ടീഷൻ വരും. ആ പാർട്ടീഷനിൽ നമുക്ക് ഗ്യാപ്പ് നല്ല വിസിബിൾ ആവും. ഈ വിസിബിൾ ഏരിയയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യാറാണ് സാധാരണ പതിവുള്ളത്. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെയാണ് ഹെയർ ഒരു കഷണ്ടിയുടെ ഒരു പാറ്റേൺ വരുന്നതെന്ന് വെച്ചാൽ 80% ആൺകുട്ടികളിൽ കഷണ്ടി നെറ്റി കയറി പോവുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടികൾ നടുക്കുന്നാണ് കഷണ്ടി ആയി തുടങ്ങുന്നത്. അതായത് ഫീമെയിൽ പാറ്റേൺ ബോൾനെസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ അപ്പം ഇനി ചില പെൺകുട്ടികളിൽ മാത്രമാണ് ഫ്രണ്ട് ഹെയർ ലൈൻ ഇതെനിക്ക് റിസീഡ് ആവുന്നത്. അപ്പോൾ ഈ റിസീഡ് ആവുന്ന പോർഷൻ ആണെങ്കിൽ പോലും നമുക്ക് ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ പെൺകുട്ടികളിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സാധ്യമാണ്. ഹെയർ ട്രിം ചെയ്യാണ്ട് നമുക്കിത് ചെയ്യാനും പറ്റും. ഈ ഒരു കേസ് നമ്മൾ വളരെ പണ്ട് ചെയ്തൊരു കേസാണ്. സോ അപ്പോൾ ആ ഒരു വീഡിയോയും ഫോട്ടോസും വെച്ച് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്.